പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 1972 രൂപീകൃതമായിട്ടുള്ള കോർപ്പറേഷനാണ്. പഴയ കോർപ്പറേഷനിലൊന്നാണ്. പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടുകൂടി പ്രവർത്തിച്ചു പോരുന്നതാണ്. ഇവിടെ കാസർഗോഡ് ജില്ല രൂപീകരിക്കുമ്പോൾ കാഞ്ഞങ്ങാടായിരുന്നല്ലോ അതിൻ്റെ ആസ്ഥാനം, ജില്ലാ ആസ്ഥാനം. ഇപ്പം സർക്കാർ ഓഫീസുകൾ മൊത്തം അവിടെയാണ് കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പോൾ ആസ്ഥാനം കാസർഗോട്ടേക്ക് മാറ്റിയതിനെ തുടർന്ന് മിക്കവാറും സ്ഥാപനങ്ങളെല്ലാം ഇങ്ങനെ ജില്ലാ കേന്ദ്രത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ്റെ പ്രവർത്തന മേഖലയിലെ മഞ്ചേശ്വരം, അതുപോലെ ഉദുമ, കാസർഗോഡ് തുടങ്ങിയ മേഖലയിലെ പട്ടികവർഗ്ഗക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന പ്രദേശങ്ങളാണ്. പട്ടികജാതിക്കാർ താരതമ്യേന കുറവാണെങ്കിലും പട്ടികവർഗ്ഗക്കാർ ഏറെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട ഏറ്റവും പിന്നോക്കക്കാരായിട്ടുള്ള ആദിവാസി ജനത അടക്കമുള്ള ജനങ്ങളുടെ സർവതോമുഖമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ കാഞ്ഞങ്ങാട്ട് നിന്ന് ആ ഓഫീസ് അവിടെ നിലനിർത്തുകയും അവിടെ നിലനിർത്തിക്കൊണ്ട് ഉപജില്ലാ ഓഫീസ് എന്ന നിലയിൽ ഇങ്ങോട്ട് കാസർഗോഡേക്ക് മാറുന്നത്. യഥാർത്ഥത്തിൽ ഇത് ജില്ലാ ഓഫീസായിട്ട് ഇനി മാറുന്നതാണ് വീണ്ടും. അപ്പോൾ അതിൻ്റെ സേവനം നാട്ടിലെ പാവപ്പെട്ട ആളുകൾ, ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഇതിൻ്റെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തട്ടെ എന്നാണ് കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മുൻകൈയെടുത്ത് ഇന്നിവിടെ അതിൻ്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കുറേ കൂടി താഴോട്ടിറങ്ങി ആളുകളുടെ വ്യക്തി ജീവിതത്തിൽ അവരുടെ കുടുംബങ്ങളിൽ വീടുകളിൽ പോയി എത്തി അവർക്കുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം അവർക്ക് നൽകുക എന്നുള്ളതാണ്. ഒരുപാട് പദ്ധതികളുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുണ്ട്, വീട് വെക്കാനുണ്ട്, വീട് മെയിൻ്റനൻസിനുണ്ട്, വീട്ടിൽ സ്ഥലം വാങ്ങിക്കാനുണ്ട് തുടങ്ങിയ വിദ്യാഭ്യാസ ആവശ്യങ്ങളെക്കൊണ്ട് വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ലോൺ, അതായത് വ്യക്തിഗത ലോണും അതുമായി ബന്ധപ്പെട്ട കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി CDS വഴി ജാമ്യമില്ലാതെയുള്ള മൈക്രോ ഫൈനാൻസ് പദ്ധതി 1,30,000 രൂപ വരെ നൽകുന്ന പദ്ധതി വിജയകരമായി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹ ധനസഹായം, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് ആവശ്യമായ ധനസഹായം, ഇതെല്ലാം വളരെ കുറഞ്ഞ പലിശ നിരക്കിലാണ്. മറ്റ് ബ്ലേഡ് ബാങ്കുകൾ, മറ്റു തരത്തിലുള്ള അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നാട്ടിൻപുറത്ത് ഒരുപാട് മടിശീല ബാങ്കുകളുണ്ട്. കൊള്ളയടിക്കുകയാണ് ജനങ്ങളെ. അങ്ങനെ കൊള്ളയടിക്കപ്പെടുന്ന ജനങ്ങളെ അതിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ അറിയുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. അതുകൂടി പരിഹരിക്കാൻ ഇത്തരം മേഖലാ ഓഫീസുകൾ തുറക്കുന്നതിലൂടെ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ നാടിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള വികസനം എന്ന് പറയുന്നത് താഴേക്കടയിലുള്ള ആദിവാസി പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. City Gold, Gold and Diamonds, Kerala and Karnataka.